എല്ലാവർക്കും നമസ്കാരം എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ വന്നേക്കുന്ന വിഷയം കുറച്ച് സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വീഡിയോ ഒന്ന് ലോങ് ആയി പോവും. എന്നാലും നിങ്ങളെല്ലാവരും കേൾക്കുന്നതല്ലായിരിക്കും. സാവിയാൻ കൺസൾട്ടൻസി. കാരണം ഊമ്പാൻ പോകുന്നത് നിങ്ങളാണ്. കൊടുത്തിട്ട് ഊമ്പിട്ടിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാശ് കൊടുക്കാൻ പോവാണോ, കാശ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ഈ പറയുന്നവന്മാർക്ക് കാശ് കൊടുത്തിട്ട് ഊമ്പി എണ്ണാക്കി കിട്ടിയിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഇതിന്റെ എല്ലാവിധ റെക്കോർഡുകളും എല്ലാവിധ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇവര് പറയുന്ന എല്ലാ കണ്ടീഷനും ഓക്കെ എന്ന് പറഞ്ഞ് ഇവര് പറയുന്ന എല്ലാ രീതിയിലും നിന്നിട്ട് ലാസ്റ്റ് ഇവര് പറയുന്നത് നമ്മൾ വോക്കിനായിട്ട് അവിടെ പോയിട്ട് നമ്മൾ കാശ് മേടിക്കണമെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം? ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ കാശ് തന്നത്. ഞാൻ ഇവർക്ക് കൊടുത്തത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് യൂണിയൻ മണി വെച്ചിട്ട് ഒരുത്തൻ അവന്റെ കോണ്ടാക്ടിന്റെ കിടപ്പുണ്ട്, അവന് കൊടുത്തതും എന്റെ കിടപ്പുണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ സാവിയാൻ കൺസൾട്ടൻസി ഈ അളിയ ഒരുത്തനും ഇവന്മാർക്ക് പൈസ കൊടുക്കരുത്. ഇമാര് പക്ക ഉടായ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി ഉടായ്പാണ്. ഒരുത്തനും വെളിയിലോട്ട് പോകാനുള്ള പരിപാടിക്ക് അല്ലെ അയർലൻഡിലോ, അല്ലെങ്കിൽ എനിക്ക് വന്നത് അയർലൻഡിന്റെ കെയർ ടേക്കർ വിസ എന്നും പറഞ്ഞാൽ എനിക്ക് വന്നത് 8 മാസത്തെ പ്രോസസിംഗ് എന്നും പറഞ്ഞാണ് എനിക്ക് വന്നത്. അത് ഫസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു ആഡ് വന്നിട്ടാണ് ഞാൻ അതിലൊന്ന് എന്റെ നല്ല നേരമെന്നേ പറയാനുള്ളൂ. ഞാനൊന്ന് ചോദിച്ചു പോയി, നമുക്ക് എങ്ങനെയൊന്ന് രക്ഷപ്പെടണമെന്നല്ലേ ഉള്ളൂ. ആ രീതിയിൽ ഞാനൊന്ന് ചോദിച്ചു ഇതെന്താണ് പ്രോസസ്സ് കാര്യങ്ങൾ. അപ്പൊ ഒരു മലയാളി പുണ്ടച്ചി, ഞാൻ അവളോട് അങ്ങനെ പറയത്തുള്ളൂ, കാരണം അവൾ ആ ലൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കും. അവള് ആ ഒരു ഗ്യാങ്ങിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവള് സംസാരിച്ച ആ ഒരു നമ്പര് കാര്യങ്ങൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അളിയാ, നിങ്ങൾ ഒരു 5 പൈസ കൊടുക്കരുത്. ഇതൊക്കെ വെറും ഉടായിപ്പാണ്. ഇതൊന്നുമില്ല. അയർലൻഡിലോട്ടൊരു ആരെയും ഒന്നും എടുക്കുന്നൊന്നുമില്ല. എടുക്കുന്നുണ്ടാവും, എടുക്കുന്നില്ലായിരിക്കും, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഇവന്മാര് വെറും ഉടായിപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിച്ചെടുക്കുക. അന്വേഷിക്കാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളിപ്പോ അന്വേഷിച്ചാൽ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കും അന്വേഷിക്കും. ഞാനും ഒന്ന് അന്വേഷിച്ചു, സത്യം പറയാം, ഞാനും ഒന്ന് അന്വേഷിച്ചു. അന്ന് എന്നോട് ദുബായിലുള്ള ആൾക്കാർ പറഞ്ഞത്, അളിയ ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, അവിടെ പെട്ടിക്കട പോലെ ഏജൻസികളുണ്ടെന്നാണ് അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞത്. പക്ഷെ അവര് പറയുന്നത്, എന്റെ നല്ല കൂട്ടുകാരാ കേട്ടോ, അവര് പറയുന്നത് എന്നാലും നീ നിന്റെ റിസ്കിലെ നോക്കാവുള്ളൂ. അപ്പൊ തന്നെ ആലോചിച്ചോണം, ഈ നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? ഈ പറയുന്ന ആരും നമുക്ക് ഒരു സപ്പോർട്ട് നിൽക്കൂല. അത് പൈസയുടെ പ്രശ്നമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ആരും നമ്മുടെ കൂടെ നിൽക്കൂല. അതുപോലെ തന്നെ അയർലൻഡിലോട്ടുള്ള വേക്കൻസിയാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ, ഞാൻ എൻ്റെ കൊച്ചിലെ മുതലേ ഉള്ള ഒരു കൂട്ടുകാരനാണ് അവൻ. ഞാൻ അവനോടും ചോദിച്ചു, അയർലൻഡാണ് അവൻ. അപ്പൊ അവനോട് ചോദിച്ചപ്പോൾ അളിയ, അയർലൻഡിൽ ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വേക്കൻസിയൊക്കെ ഓപ്പൺ ആണ്, പക്ഷേ നീ നിന്റെ റിസ്കിലേ ചെയ്യാവുള്ളൂ എന്ന് അവനും പറഞ്ഞു. കാരണം അവനും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. പക്ഷെ അവനെ ഞാൻ ഒന്നും പറയത്തില്ല, കാരണം അവൻ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്യാവുള്ളൂ, നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതെല്ലാം ഓപ്പൺ കാര്യങ്ങളെല്ലാമാണ്. പക്ഷെ ഇവര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ ഈ ദുബായിലുള്ള കൺസൾട്ടൻസി കാര്യങ്ങളിലൊന്നും പൈസ കൊടുക്കാതിരിക്കുക, ആരും കൊടുക്കാതിരിക്കുക. കാരണം ഇവന്മാരെല്ലാം ഉടായ്പാണ്, മൊത്തം ഉടായ്പാന്ന് വിചാരിച്ചു, എല്ലാ തെണ്ടികളും ഉടായ്പാണ്.